Hi friends, welcome to BIOFOCUZ. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന സുവോളജിയിലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ഒരു ഹാഫ് പോർഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രയും പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് ഈ ക്ലാസ്സിൽ അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ റിമൈനിങ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത്രയും പോർഷനും അതുപോലെ തന്നെ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അനിമൽ ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 മെയിൻ ടൈപ്സ്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. സോ അതിൽ ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. അതും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് അതിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷനായ മസ്കുലാർ ടിഷ്യൂവും അതുപോലെ തന്നെ ന്യൂറൽ ടിഷ്യൂവും ഈ ഫോക്കസ് ഏരിയയുടെ ബാക്കിയുള്ള റിമൈനിങ് പോർഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, വാട്ട് ഈസ് മസ്കുലാർ ടിഷ്യൂ. നമുക്കറിയാം മസിൽസ് ഫോം ചെയ്തിരിക്കുന്ന ടിഷ്യൂസാണ് മസ്കുലാർ ടിഷ്യൂ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ആക്റ്റീവ് റോൾ, നമ്മുടെ മൂവ്മെൻറ്റ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? മസിൽസ് എന്ന് പറയുന്നത്. സോ ഈ മസിൽസ് 3 ടൈപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണത്? സ്കെലിറ്റൽ മസിൽ, smooth muscle and cardiac muscle. So these are the 3 types of muscles present in a human body. So skeletal muscles, smooth muscles and cardiac muscles. ഈ ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. First one, skeletal muscle. So what is skeletal muscle? It is closely attached to the skeletal bones. നമ്മുടെ skeletal bonesനെ കവർ ചെയ്ത് കാണുന്ന മസിൽസ് ആണ് എന്ത്? skeletal muscles എന്ന് അറിയപ്പെടുന്നത്. സോ ഈ മസിൽസിൻ്റെ പെക്യൂലാരിറ്റീസ് എന്തൊക്കെയാണ്? ഈ മസിൽസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് കാണപ്പെടുന്നു? സ്ട്രയേഷൻസ്, അതായത് സ്മോൾ സ്ട്രിപ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ഈ മസിൽസിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് സ്ട്രയേറ്റഡ് മസിൽസ് ഓർ സ്ട്രൈപ്ഡ് മസിൽസ് എന്ന് അറിയപ്പെടുന്നത്. സോ സ്കെലറ്റൽ മസിൽസ് ആർ ഓൾസോ നോൺ ആസ് സ്ട്രയേറ്റഡ് മസിൽസ് ഓർ സ്ട്രൈപ്ഡ് മസിൽസ് ബിക്കോസ് നമ്മൾ സീൻ അണ്ടർ മൈക്രോസ്കോപ്പ് ഇറ്റ് ഈസ് ഹാവിങ് എ സ്ട്രൈപ്ഡ് അപ്പിയറൻസ്. അതുപോലെ തന്നെ ഈ മസിൽസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ദേ ആർ വോളണ്ടറി മസിൽസ്. വോളണ്ടറി മസിൽസ് മീൻസ് ഈ മസിൽസ് കാണപ്പെടുന്നത് നമ്മുടെ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സിലാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സിൽ കാണപ്പെടുന്ന മസിൽസാണ് ഈ സ്കെലിറ്റൽ മസിൽ. അതായത് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ലോക്കോമോട്ടറി ആക്ഷൻ നമ്മുടെ ബോഡി, ഇപ്പോൾ നമ്മുടെ കൈ അനക്കുന്നു, കാല് നമുക്ക് നടക്കാൻ വേണ്ടി നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൈ മടക്കാനും അതുപോലെ തന്നെ നമുക്ക് നടക്കാനും നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ സോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ വില്ലനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കൺട്രോളിലാണ്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് മസിൽ ഈസ് നോൺ ആസ് വോളണ്ടറി മസിൽസ്. നമ്മുടെ വില്ലനുസരിച്ച് നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോൺ ആസ് വോളണ്ടറി മസിൽസ്. നെക്സ്റ്റ് ഈസ് സ്മൂത്ത് മസിൽസ്. സോ നമ്മൾ കഴിഞ്ഞത് പറഞ്ഞ സ്കെലിറ്റൽ മസിൽ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? സ്മൂത്ത് മസിൽസ്. ഈ സ്മൂത്ത് മസിൽസിൻ്റെ സ്ട്രക്ചർ തന്നെ കാണുമ്പോൾ അറിയാം എന്താണ്? ദേ ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്യൂസിഫോം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനത്തെ രീതിയാണ്? ഫ്യൂസിഫോം രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിലെന്തില്ല? സ്ട്രയേഷൻസ് ആബ്സെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് സ്കെലിറ്റൽ മസിൽസിൽ എന്ത് പ്രസൻ്റ് ആണ്? സ്ട്രയേഷൻ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ സ്ട്രയേറ്റഡ് മസിൽ എന്നറിയപ്പെടുന്നു. സോ ഇൻ സ്മൂത്ത് മസിൽസ് സ്ട്രയേഷൻസ് ആർ ആബ്സെൻറ്റ്, സോ ദേ ആർ നോൺ ആസ് സ്മൂത്ത് മസിൽസ് ഓർ നോൺ ആസ് നോൺ സ്ട്രൈപ്ഡ് മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. അപ്പോൾ ഈ മസിലിൻ്റെ വേറൊരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ജംഗ്ഷൻസ്. അതായത് ഈ കണക്റ്റീവ് ടിഷ്യൂ ഷീത്തായിട്ട്, അതായത് ഈ ഓരോ ബണ്ടിൽസ് ആയിട്ട് ഈ പറയുന്ന സ്മൂത്ത് മസിൽസിന് ഒരു ഒറ്റ ബണ്ടിലായിട്ട് കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിലായിട്ട് ഇതിനെ സെൽ ജംഗ്ഷൻസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ദേ ആർ ടുഗദർ ആസ് എ ബണ്ടിൽ. ആൻഡ് ഓൾസോ ദിസ് മസിൽസ് ആർ നോൺ എസ് വിസറൽ മസിൽ എന്നറിയപ്പെടുന്നു. അതായത് ഇത് കാണപ്പെടുന്നത് ഇൻറ്റേർണൽ ഓർഗൻസിൽ കവർ ചെയ്തായിരിക്കും ഈ മസിൽസ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ഇവിടെയൊക്കെ ഉള്ള മസിൽസാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള മസിലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മുടെ കൺട്രോളിലായിരിക്കും, ഇല്ല നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിലായിരിക്കും. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് നമുക്ക് ഹാർട്ട് ബീറ്റ് ഇതുപോലെയൊക്കെ നമുക്ക് നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല, നമ്മുടെ കൺട്രോളിലല്ല. സോ ദേ ആർ നോൺ ആസ് ഇൻവോളണ്ടറി മസിൽ. അതായത് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ദേ ആർ നോൺ ആസ് ഇൻവോളണ്ടറി മസിൽസ്. അപ്പോൾ സ്മൂത്ത് മസിലിനെ പറയുന്ന എന്തൊക്കെയാണ് പേരുകൾ? വിസറൽ മസിൽ, ഇൻവോളണ്ടറി മസിൽ, അതുപോലെ തന്നെ നോൺ സ്ട്രൈപ്ഡ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽ.
നെക്സ്റ്റ് ഈസ് കാർഡിയാക് മസിൽ. ദീസ് മസിൽസ് ആർ ദ മസിൽസ് ഓഫ് ഹാർട്ട്. അതായത് ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന പർട്ടിക്കുലർ മസിലാണ് എന്തെന്ന് പറയുന്നത് കാർഡിയാക് മസിൽ എന്ന് അറിയപ്പെടുന്നത്. സോ മെനി കാർഡിയാക് മസിൽ സെൽസ് അസംബിൾ ഇൻ എ ബ്രാഞ്ചിങ് പാറ്റേൺ ടു ഫോം എ കാർഡിയാക് മസിൽ. സോ ബ്രാഞ്ചിങ് മസിലായിട്ട് കാണപ്പെടുന്ന ഒരു മസിൽ കൂടിയാണ് കാർഡിയാക് മസിൽസ്. അതുപോലെ തന്നെ ഈ മസിൽസിൽ ഇൻ്റർകലേറ്റഡ് ഡിസ്ക്, അതായത് അവിടെ എന്താണ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. അതായത് allows the cell to contract as a unit. അതായത് ഫ്യൂഷൻ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒറ്റൊരു യൂണിറ്റ് ആയിട്ട് ഹോൾ സെൽസിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, കോൺട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരു സെല്ല് ഒരു സിഗ്നൽ എവിടെന്നെങ്കിലും എന്താണ് കോൺട്രാക്ട് ചെയ്യാനായിട്ടൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള നൈബറിങ് സെൽസിന് കൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് ആ സിഗ്നൽസ് പാസ് ചെയ്തുകൊണ്ട് അതും കൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. സോ they allows the cells to contract as a single unit. ആൻഡ് ഓൾസോ കാർഡിയാക് മസിൽസ് എന്താണ് സ്ട്രൈറ്റഡ് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെലിറ്റൽ മസിൽ പോലെ. ആൻഡ് ദേ ആർ ഓൾസോ ഇൻവോളണ്ടറി ഇൻ നേച്ചർ. ബിക്കോസ് നമുക്ക് ഹാർട്ട് ബീറ്റ് നമ്മൾ വിചാരിച്ച് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഹാർട്ടിൽ കാണുന്ന ഈ മസിൽസ് നമ്മുടെ കൺട്രോളിലല്ല. ദേ ആർ അണ്ടർ ദ നെർവസ് സിസ്റ്റം ആൻഡ് ഡസ് നോട്ട് കൺട്രോൾ ദെയർ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി. സോ ദേ ആർ നോൺ as ഇൻവോളണ്ടറി മസിൽസ്. നെക്സ്റ്റ് ഈസ് ന്യൂറൽ ടിഷ്യൂ. നമ്മുടെ അനിമൽ ടിഷ്യൂസിൻ്റെ 4th ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂറൽ ടിഷ്യൂ. സോ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് എ ന്യൂറൽ സിസ്റ്റം? ദാറ്റ് ഈസ് നോൺ as ന്യൂറോൺസ്. ന്യൂറോൺസ് ദ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. ദേ ആർ എക്സൈറ്റബിൾ സെൽസ്. ദാറ്റ് മീൻസ് നമുക്കറിയാം സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ദേ ആർ എക്സൈറ്റ്, അതായത് അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. സോ ദേ ആർ നോൺ as എക്സൈറ്റബിൾ സെൽസ്. ആൻഡ് ദ ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകതരം സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്നറിയപ്പെടുന്നത്. സോ ഈ ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് ദ ന്യൂറോഗ്ലിയ മേക്ക് മോർ ദാൻ 1/2 ദ വോളിയൂം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ന്യൂറോഗ്ലിയാണ് കൂടുതലായിട്ട്, ഹാഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ആയിട്ട് കാണപ്പെടുന്ന ഏതാണ്, ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ മൗത്ത് പാർട്സ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ നമുക്കതിന് ഫസ്റ്റ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് കൺസിസ്റ്റ് ഓഫ് എ ലേബ്രം, ദാറ്റ് മീൻസ് അപ്പർ ലിപ്പ്, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സില്ലേ ആൻഡ് എ ലേബിയം, ദാറ്റ് മീൻസ് ലോവർ ലിപ്പ്. ദാറ്റ് മീൻസ് ഒരു ലേബിയവും ഉണ്ടാവും, ഒരു ലേബ്രം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ലേബിയം ഉണ്ടാകും. ലേബ്രം മീൻസ് ദ അപ്പർ ലിപ്പ് ആൻഡ് ദ ലേബിയം മീൻസ് ദ ലോവർ ലിപ്പ്. ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു പെയർ മാൻഡിബിൾസ് ഉണ്ടാകും, ഒരു പെയർ മാക്സില്ല ഉണ്ടാകും. ഇനി ഇതിലുണ്ടാകും നമ്മുടെ ടങ് എന്നറിയപ്പെടുന്ന ഹൈപ്പോഫാരിങ്സ് ആണ്. that lies within the cavity enclosed by the mouth part. Mouth parts ന്റെ ക്യാവിറ്റിയുടെ ഇൻ ബിറ്റ്വീനിലാണ് എന്ത് കാണപ്പെടുന്നത്, ഹൈപ്പോഫാരിങ്സ് കാണപ്പെടുന്നത്. സോ ദീസ് ആർ ദ മൗത്ത് പാർട്സ് ഓഫ് എ കോക്രോച്ച്. Next is the digestive system of cockroach. It consists of alimentary canal and digestive glands. So എന്തൊക്കെയാണ് alimentary canals of cockroach ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. The alimentary canal of cockroach is divided into 3 regions. That means foregut, midgut and hindgut. സോ 3 റീജിയൻസ് ആയിട്ടാണ് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റം കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്, ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. സോ ഈ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ അലിമെൻ്ററി കനാലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് റീജിയനാണ് ഫോർഗട്ട് എന്ന് പറയുന്നത്. ഫോർഗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. ഈ മൗത്തിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് അടുത്തൊരു ഫാരിങ്സിലോട്ട്, ഒരു ഷോർട്ട് ട്യൂബുലാർ ആയിട്ടുള്ള റീജിയനാണ് ഫാരിങ്സ്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ആ ഡയഗ്രത്തിലും കൂടി നോക്കണം. മൗത്ത് വിച്ച് ലീഡിങ്സ് ടു ഫാരിങ്സ് ആൻഡ് ദെൻ ലീഡ് ടു എ നാരോ പാസേജ് ട്യൂബ് നോൺ as ഈസോഫാഗസ്. സോ മൗത്ത്, ദെൻ ഫാരിങ്സ്, ദെൻ ഈസോഫാഗസ്. ഇനി അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് നോൺ as എ ക്രോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓഫ് ഫുഡ്. സോ മൗത്തിൽ നിന്ന് ഫാരിങ്സ്, ഫാരിങ്സ് ടു ഈസോഫാഗസ്, ഈസോഫാഗസിൽ നിന്നും ഓപ്പൺ ചെയ്യുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ദാറ്റ് ഈസ് നോൺ as ക്രോപ്പ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റീജിയൻ ആണ്. ആൻഡ് ദിസ് ക്രോപ്പ് ഈസ് ഫോളോഡ് ബൈ എ റീജിയൻ നോൺ as ഗിസാർഡ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ as പ്രോവെൻട്രിക്യുലസ്. അപ്പോൾ ക്രോപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത റീജിയൻ എന്തെന്ന് പറയുന്നത് ഗിസാർഡ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ലെയർ ഓഫ് thick circular muscles and a thick inner cuticle forming 6 highly
chitinous plate called teeth. അപ്പോൾ ഈ ഗിസാർഡിനകത്താണ് എന്ത് ചെയ്യുന്നത്, ടീത്ത് പോലെ ഫോം കാണുന്നത്. അതായത് കൈറ്റിനസ് പ്ലേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, 6 ഹൈലി കൈറ്റിനസ് പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ക്യൂട്ടിക്കിളിൻ്റെ സൈഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ എസ് ടീത്ത്. സോ ഗിസാറിൻ്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ നമ്മൾ പറഞ്ഞു ടീത്ത് പ്രസൻ്റ് ആണ്. ഈ ടീത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ഫുഡ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നത്, ഗ്രൈൻഡ് ചെയ്യുന്നത്. സോ ദ എൻ്റെ ഫോഗട്ട് ഈസ് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. ഈ ഫോഗട്ട് പറയുന്നത് ഏത് തൊട്ടാണ്, മൗത്ത് തൊട്ട് ഈ പറയുന്ന റീജൻസുള്ള എല്ലാ റീജൻസും ക്യൂട്ടിക്കിൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഗിസാർഡ് ഈസ് ഫോളോഡ് ബൈ a ring of 6 to 8 blind tubules called hepatic or gastric caecae, which is present at the junction of foregut and midgut. അപ്പോൾ ഈ ഫോഗട്ടിന് മിഡ്ഗട്ട് ജംഗ്ഷനിലായിട്ട് കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഹെപ്പാറ്റിക് സീക്കെ ഓർ ഗാസ്ട്രിക് സീക്കെ എന്ന് അറിയപ്പെടുന്നത്. And the main function of this gastric caecae is which secrete the digestive juice. So digestive juice secrete ചെയ്തതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. സോ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, അത് കഴിഞ്ഞ് എന്താണ് ക്രോപ്പ്, ഗിസാർഡ് ആൻഡ് ദ ഹെപ്പാറ്റിക് ഓർ ഗാസ്ട്രിക് സീക്കെ. അപ്പോൾ ഇതുവരെയാണ് എന്തെന്ന് പറയുന്നത്, ഫോഗട്ട് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് മിഡ്ഗട്ട്. അതായത് ഫോഗട്ടിനും ഹൈൻഗട്ടിനും ഇൻ ബിറ്റ്വീനിലായിട്ടുള്ള റീജിയനാണ് എന്തെന്നറിയപ്പെടുന്നത്, മിഡ്ഗട്ട് എന്നറിയപ്പെടുന്നത്. സോ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട് ദർ ഇസ് പ്രസന്റ് അനദർ റിംഗ് ഓഫ് 100 to 150 yellow colored filamentous thin tubules known as malphigian tubules എന്നറിയപ്പെടുന്നു. സോ ഈ മാൽഫീജിയൻ ട്യൂബിൾസ് എന്ന് പറയുന്നത് ഈ മിഡ്ഗട്ടിനും ഹൈൻഗട്ടിനും ഇൻ ബിറ്റ്വീനുള്ള ജംഗ്ഷൻ റീജിയനിലാണ് കാണപ്പെടുന്നത്. സോ ദിസ് ഹെൽപ്സ് ഇൻ ദ റിമൂവൽ ഓഫ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഫ്രം ഹീമോലിംഫ്. അതായത് ഈ ബ്ലഡിൽ, അതായത് നമ്മുടെ ഈ കോക്രോച്ചിൻ്റെ ബോഡി ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഹീമോലിംഫ് എന്നറിയപ്പെടുന്നത്. സോ ആ ഹീമോലിംഫിൽ നിന്നും അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്, മാൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് അറിയപ്പെടുന്നത്. സോ it is a part of midgut region. And next is the hindgut region. It includes or it is differentiated into ileum, colon and rectum. സോ ഈ 3 റീജിയൻസ് ആയിട്ടാണ് ഹൈൻഗട്ടിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെക്റ്റം വിച്ച് ഈസ് ഓപ്പൺ ത്രൂ ആൻ അനദർ ഓപ്പണിംഗ് നോൺ എസ് ഏനസ്. സോ ദീസ് ആർ ദ അലിമെൻ്ററി കനാൽ ഓർ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. സോ ഇതിൻ്റെ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ പാർട്ടും ഏതൊക്കെയാണെന്ന് ലേബൽ ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ പാർട്ടും ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. So next is the nervous system of cockroach, and it consists of a series of fused segmentally arranged ganglia joined by a paired longitudinal connectives on the ventral side. So ഇതിൻ്റെ വെൻട്രൽ സൈഡിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈ പറയുന്ന നെർവസ് സിസ്റ്റം കാണപ്പെടുന്നത്. അതായത് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ഗാംഗ്ലിയ കൊണ്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ പെയർഡ് ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ്, അതായത് ഗാംഗ്ലിയാസ് 2 സൈഡിൽ കാണും, അതുപോലെ തന്നെ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സും കൊണ്ട് വെൻട്രൽ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദീസ് 3 ganglia lie in the thorax and 6 in the abdomen region. സോ ഇതിൻ്റെ thoracial റീജിയനിൽ കാണപ്പെടുന്ന 3 ഗാംഗ്ലിയാസ് ആണ്, ആൻഡ് അബ്ഡോമൻ റീജിയനിലാണ് റിമൈനിങ് 6 ഗാംഗ്ലിയാസ് കാണപ്പെടുന്നത്. ആൻഡ് ഈ നെർവസ് സിസ്റ്റം കോക്രോച്ചിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദ ഹെഡ് ഹോൾഡ്സ് എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം വൈൽ ദ റെസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ വെൻട്രൽ ഓർ ദ ബെല്ലി പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി. നമുക്കറിയാം ഈ ഹെഡിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കുറച്ച് നെർവസ് സിസ്റ്റം ഒരു ബിറ്റ് മാത്രമാണ് കാണപ്പെടുന്നത്, ബാക്കിയെല്ലാം അതിൻ്റെ വെൻട്രൽ സൈഡിൽ, അതായത് അതിൻ്റെ ബെല്ലി പാർട്ടിലാണ് ബാക്കി നെർവസ് സിസ്റ്റംസ് റിമൈനിങ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കോക്രോച്ചിൻ്റെ ഹെഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, ഏകദേശം ഒരാഴ്ച വരെ അതെന്ത് ചെയ്യുന്നു, ജീവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് റീജിയനിൽ വളരെ കുറച്ചൊരു ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നെർവസ് സിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ വെൻട്രൽ റീജിയനിലാണ് കാണപ്പെടുന്നത്. സോ that is the reason why it's still alive for a long as a 1 week. And the brain of cockroach is represented by supraesophageal ganglion which supplies nerves to antenna and compound eye. So നമ്മുടെ കോക്രോച്ചിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഐ ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഐ എന്ന് അറിയപ്പെടുന്നത്. നെർവസ് സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് നെർവസ് സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗാംഗ്ലിയ കൊണ്ടാണ്. അപ്പോൾ ബ്രെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗാംഗ്ലിയ ആണ് അറിയപ്പെടുന്നതാണ് സൂപ്രാ ഈസോഫേജിയൽ ഗാംഗ്ലിയോൺ. അപ്പോൾ അവിടെ നിന്നാണ് നെർവ്സ്, അതായത് ആൻറ്റിനിലോട്ട് കോമ്പൗണ്ട് ഐസിലോട്ട് നെർവ്സിനെ സപ്ലൈ ചെയ്ത് കാണപ്പെടുന്നത്. So this is the nervous system of cockroach. And next is sensory organs present in cockroach.
സോ സെൻസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ് ആൻറ്റിന, അതുപോലെ തന്നെ ഐസ്, മാക്സിലറി പാൽപ്സ്, ലേബിയൽ പാൽപ്സ് ആൻഡ് ആനൽ സെർസൈ. അപ്പോൾ ഇത് ഇത്രയുമാണ് അതിൻ്റെ സെൻസറി ഓർഗൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ നമുക്കറിയാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കോക്രോച്ചിൻ്റെ ഐസിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ കോമ്പൗണ്ട് ഐസാണ്. അതായത് ഓരോ ഐസിലും ഏകദേശം 2000 ഹെക്സഗണൽ ഒമാറ്റിഡ കാണപ്പെടുന്നു. സോ ഇതിൻ്റെ യൂണിറ്റാണ് ഒമാറ്റിഡ എന്നറിയപ്പെടുന്നത്. സോ ഈ ഓരോ ഒമാറ്റിഡയിലും എന്താണ് പ്രത്യേകത പറഞ്ഞാൽ എ കോക്രോച്ച് can receive several images of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ തന്നെ സെവറൽ ഇമേജസ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഐസിലോട്ട് പതിയുന്നു. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് വിഷൻ ഈസ് നോൺ എസ് മൊസൈക്ക് വിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ കോക്രോച്ചിൻ്റെ വിഷനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. അതുപോലെ തന്നെ വിത്ത് മോർ സെൻസിറ്റിവിറ്റി ബട്ട് ലെസ് റെസൊല്യൂഷൻ ബീയിങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്. സോ കോക്രോച്ചിൻ്റെ വിഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നൈറ്റിലാണ്. നമ്മൾ നൈറ്റ് ടൈമിലാണ് കൂടുതലായിട്ട് കോക്രോച്ചിനെ കാണപ്പെടുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് വിഷൻ ഈസ് ഓൾസോ നോൺ എസ് നൊക്ടേണൽ വിഷൻ. സോ എന്തൊക്കെയാണ് പ്രത്യേകത? കോമ്പൗണ്ട് ഐസ്, യൂണിറ്റ് ഈസ് നോൺ എസ് ഒമാറ്റിഡ ആൻഡ് ഓൾസോ നോൺ എസ് മൊസൈക്ക് വിഷൻ ആൻഡ് ഈസ് നോൺ എസ് നൊക്ടേണൽ വിഷൻ. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഈ സെൻസറി ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് മാത്രമാണ് പഠിക്കാനുള്ളത്. സോ ഇതിലെ പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇതിനകത്ത് എല്ലാ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു പോയിന്റ്സ് കൂടിയില്ല. നിങ്ങൾ ഇത് മാത്രം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. Number 1. Identify the tissue based on the features given below. Intercalated disc, involuntary inaction, and mention the function of intercalated disc. And number 2. Identify the function of following structures of cockroaches. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് കോക്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്തെന്നുള്ളതാണ് എഴുതേണ്ടത്. Third question, observe the diagram showing the alimentary canal of cockroach. Name the parts labeled A, B, C and D. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഡയഗ്രമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാർട്സും നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൽ ഏതെങ്കിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. Fourth one, identify the figures A and B and write any one characteristic features of each A and B. Fifth one, in cockroaches a special mode of vision is noticed. Write the specialty of the vision in cockroach. Name the organ and its basic unit that perform vision in cockroach. Sixth one, if the head of cockroach is cut off, it will alive as long as 1 week. Give clarification for this statement. Seventh one, name of 2 animal tissues are given. Cardiac muscle tissue, adipose tissue. Write the location of these tissues in our body. Number 2, select accurate characters of each tissue from the items given below. Number 1, cells of this tissue are specialized to store fat. Number 2, cells of this tissues, that is chondrocyte, are seen in small cavities within the matrix. And number 3, presence of intercalated disc. Last one, observe the following figure. No need to read out the diagram. Label the parts A and B. So നമുക്കിത് അറിയാം ഇത് ഏത് ഡയഗ്രമാണ്, അല്ല എയും ബിയും എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.